ഈ എപ്പിസോഡിൽ നിറയെ സംഭവങ്ങളാണ്. ഒരുപാട് പരിപാടികളിൽ അറ്റൻഡ് ചെയ്തതിന്റെ വിശേഷങ്ങൾ വരുന്നുണ്ട്. ഫുള്ള് വീഡിയോ കണ്ടിട്ട് ഫുള്ള് കണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അറിഞ്ഞില്ല ഉണ്ണി, ആരും പറഞ്ഞില്ല. നമുക്കൊരു കയറേറ്റി വിട്ടാലോ? ചത്ത കിടീനെ തിരിച്ചു വിളിക്കുന്ന സായിയുടെ പുതിയ ലുക്ക് കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്ന രണ്ടുപേർ. ഈ സാധനത്തിന് നിങ്ങളുടെ നാട്ടിൽ ബർക്കി തന്നെയാണോ പറയാ? ഈ ബർക്കിക്ക് എങ്ങനെയാണ് ബർക്കി എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക ആലോചിച്ചുകൊണ്ട് രാജേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായയും ബർക്കിയും കഴിച്ച് നൊസ്റ്റാൾജി അടിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം തുടങ്ങാം. സൂരജ് വരുമ്പം ചേട്ടൻ പറയും, ചെലവാകാതെ വന്നും വർക്കൽ ഇപ്പൊ ചെലവും നൊസ്റ്റാൾജിയാന്ന് പറഞ്ഞ് തോനെടുത്ത് കൊടുത്ത് തോനെല്ലാം തിന്നിട്ട് പോയിക്കോളുന്നു. ഈ രാജേട്ടന്റെ വീടിന്ന് മറ്റേ ബന്നും ബർക്കിയൊക്കെ കഴിക്കുന്ന ഒരേ ഒരാള് ഞാനാ തോന്നുന്നു. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് തിന്നോളും. മൂപ്പര് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കും. എനിക്ക് കഴിച്ചിട്ട് മതിയായി. അല്ല, ഓൻ പറയാ ഇതൊരു കാര്യം ചെയ്യാം, അതിൽ തന്നെ ഇട്ട് വെച്ചോരോ, നീ അടുത്ത ലീവിന് വരുമ്പോ ഇതന്നെ എനിക്ക് ബാക്കി തിന്നാന്ന്. എനിക്ക് വേണ്ടായിട്ടാ, മതിയായിട്ടാ. ഇതെന്താ സാധനം? അനക്ക് വേണ്ട നീ ഇത് കഴിക്കൊക്കെ ഞാൻ അത് കഴിക്കാം. ഇവൻ ഈ പരസ്യത്തിൽ കാണിക്കുന്ന സാധനം തയ്ച്ച് ഇവൻ തിന്നുന്നുണ്ടോ? ഓരോ ഹോട്ടലിൽ പോയി ഇരുന്നിട്ട് അങ്ങനെ. പിന്നെ നീ തടി വെച്ചിട്ട് ഇവിടെ നടക്കാൻ കഴിയുണ്ടാവില്ലല്ലോ. പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഞാൻ ആ ദിവസത്തെ എന്റെ ഫുഡ് അത് മാത്രമായിരിക്കും. അന്ന് ഞാൻ വേറെ ഫുഡും കഴിക്കൂല. എന്നാൽ നിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു 10 ഐറ്റംസ് അല്ല, അതില് എല്ലാം കഴിക്കും. എല്ലാ സാധനം ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ പെട്രോൾ പമ്പിൽ ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണല്ലേ? ഈ വർക്കിക്ക് ഒരു കഥയുണ്ട്. ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുന്നേ ഈ വർക്ക് വീഡിയോ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഭരണി ഞാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 10-15 കൊല്ലം. ഈ വീഡിയോ എല്ലാം കാണുന്ന അമ്മ എന്നോട് ചോദിക്കലുണ്ട്, നീ ആ രാജനെ പ്രൊമോട്ട് ചെയ്യുന്നതാണോ അല്ല അയാളുടെ കച്ചവടം പൂട്ടി? പഴയ എണ്ണ കൊടുത്ത 50. പക്ഷെ രാജേട്ടൻ്റെ കഴിച്ചിട്ട് അയാൾക്കൊന്നും സംഭവിക്കൂല കേട്ടോ. കാരണം രാജേട്ടൻ കഴിക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര ചായ കുടിക്കും? ഇതെന്റെ ഇന്നത്തെ രണ്ടാമത്തെ ചായ വിത്ത് സൂപ്പർ മഴ. ആൻഡ് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ വീണ്ടും ചായ. അങ്ങനെ 3 ചായ. ഇനി ഇന്നത്തെ ലഞ്ച് രാധുമോളുടെ വീട്ടിലാണ്. നമ്മൾ പണ്ട് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയാറില്ലേ, അതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരും പറഞ്ഞ ഓരോ മെനു ഉണ്ടാക്കി വെച്ചേക്ക് നോക്കൂ. ഇത് ചെമ്മീൻ ചമ്മന്തി ഞാൻ പറഞ്ഞത്, ഇത് അക്ഷയ പറഞ്ഞത് തോരപ്പരിപ്പിന്റെ കറി. ഇതിപ്പോ ആരതാമോ? രാഹുലിന്റെ വക കൂമ്പുപ്പേര് വേണമെന്നുള്ളത്. പിന്നെ ഇത് ചിക്കൻ സായിന് വേണ്ടിയിട്ടുള്ളത്. ഓരോരുത്തർക്കും വേണ്ട. ഇവളല്ല അമ്മ, അവളെ മുമ്പിൽ വന്നതാണ്. നീ എന്താ ചെയ്തേ? നീ എന്താ ചെയ്തേ? ഇതിൽ നിൽക്കുന്നായിരുന്നു ബന്ധ. ചെറുപ്പത്തിൽ നടക്കാതെ പോയ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി വരുന്നൊരു പ്രവാസി ഉണ്ട് ഈ വീട്ടില്. ആകാശത്തോളം പറന്ന് പന്തലിച്ച് തിരിച്ചു കണക്ടർ പറക്ക് പറക്ക്. വീഡിയോ എടുക്കും. വണ്ടി വിടും. ആ ഫാനിന്റെ കാട്ടിലല്ലോ, അങ്ങോട്ട് ദൂരേക്ക് പുറത്തേക്ക്. നല്ല കൺട്രോൾ ഉണ്ട് കേട്ടോ സാധനത്തിന്. അങ്ങ് ദൂരേക്ക് പോട്ടെ. അതിന് പോയി എടുക്കാനോ? എന്റെ കൺട്രോളിൽ പോയതല്ല. അയ്യോ ഞാനല്ല. നമുക്കൊരു കയറേറ്റി വിട്ടാലോ? റീകോൾ ഓപ്ഷൻ ഇല്ല അതിന്. അതാ പറഞ്ഞത്, അതിന് നൂല് കെട്ടി വിടാതെ തിരിച്ചു വലിച്ചു പിടിക്കാതെ. അവന്റെ കയ്യിൽ നിന്ന് പറപ്പിക്കത്. റോഡ് കൺട്രോൾ മറ്റേത് ഇടത്തേക്ക്. അങ്ങനെ ഒരു വിമാനം ഉന്നതങ്ങളിലേക്ക് പറന്നുപോയി, ബഹിരാകാശത്തേക്ക് പോയി. കാണുന്നും കൂടി ഇല്ല. അതൊരു ബാറ്ററി തീർന്നിട്ട് ഏതെങ്കിലും വീടുകളല്ലാണ്ട് കിട്ടൂല. മെയിൻ പൈലറ്റ് ഞാൻ ഓണാക്കി വിട്ടത്. അതൊറ്റ പോക്ക പോയത്. വേദന ഞാൻ ഇതിലൂടെ ഓടിച്ചിട്ടുള്ളൂ. നൂലെട്ടി വിടാ. ഇത്ര കിലോമീറ്റർ കണക്കിന് പോകുന്ന ഫ്ലൈറ്റ് പോകുന്ന പോലെ
അത്രയും ദൂരം പോകുന്ന ഞാനൊക്കെ അത്ഭുതമായിരുന്നു. ആ വീടെല്ലാം കഴിഞ്ഞ് അങ്ങ് 1.5 കിലോമീറ്റർ ദൂരം എങ്ങനെ പോയത്. ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് റിമോട്ട് ചെയ്ത് നോക്കാന്ന് പറയാം. ആ റോട്ട് പോയിട്ട് നമുക്ക് പോവാം. പോയ ഫ്ലൈറ്റ് അന്വേഷിച്ച് പോയ ടീം ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെ തപ്പാൻ വേണ്ടിട്ട് ഞങ്ങൾ വരേണ്ടി വരുന്നു. ചിലപ്പോ ഗൾഫിലെത്തിയിട്ടോ. അമ്മ ഇപ്പൊ ചോദിക്കുക ഇപ്പോഴും അത് പറഞ്ഞോണ്ടിരിക്കായിരിക്കും. അത് രാജിക്കത്ത് നിങ്ങൾ എവിടെ പോയത്? കുറുമാത്തൂർ പഞ്ചായത്തിന് ഏതെങ്കിലും പരിധി കിട്ടിയിട്ടാണ് എത്തിക്കാൻ പറഞ്ഞു. ആ കുറുമാത്തൂർ പരിസരത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു ഫ്ലൈറ്റ് വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ വീഡിയോ തന്നെ ട്രയൽ റണ്ണിനിടയിൽ കൺട്രോൾ നഷ്ടപ്പോയ ഒരു വിമാനമുണ്ട്. ആർക്കെങ്കിലും കിട്ടി അതിന്റെ ഒരു കഷ്ടം ഞങ്ങളുടെ കയ്യിലുള്ള അതുകൊണ്ട് അത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് പറപ്പിക്കും. ഫസ്റ്റ് പറപ്പിക്കലിൽ തന്നെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് അത് ഓടിയിട്ട് പോയി. ഇനി പഠിച്ചിരുന്ന കാര്യം നേരത്തെ പഠിച്ചിട്ട് ഉപയോഗിക്കണമായിരുന്നത്. ഞാനല്ല, അവളല്ല പഠിക്കണേ. ഞാനാണോ? ഭയങ്കര സാധനമായിരുന്നു കേട്ടോ. പോക്കാ പോയി അങ്ങ് ആകാശത്തിന് മേലേക്ക് പോയി. എനിക്കൊന്ന് ചെറുപ്പത്തിലെങ്ങാനും പറക്കാൻ ആഗ്രഹിച്ച് നടക്കാണ്ട് പോയൊരു വിമാനത്തിന്റെ സ്വപ്നം അവിടെ പോണിഞ്ഞതാവുന്നു. ഒറ്റേ പോക്ക് പോയത്. പറന്നു പോയപ്പോഴേക്ക് അവൻ അടുത്ത സാധനം എടുത്തു, ഹെലികോപ്റ്റർ. അതാ പറഞ്ഞ അതുകൊണ്ട് അതിന് അത്രേ കൺട്രോൾ ഉണ്ടാവുള്ളൂ. പോയത് അങ്ങ് പോന്ന്. ഈ സാധനം പറപ്പിക്കുമ്പോ സായിജി പറഞ്ഞ പോലെ കയറ് കെട്ടിയിട്ട് പറപ്പിച്ചാൽ മതി. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറക്കാൻ സമ്മതിക്കണ്ട. ചത്ത കിടീനെ തിരിച്ചു വിളിക്കുന്ന ഒരുത്തൻ ആ വീട് ചെക്കി നോക്കുന്നവൻ. ഞാനൊരു ഫ്ലൈറ്റ് പറത്തി വിട്ടു. അത് വല്ല ഇൻഡിഗോയിനെങ്ങാനും പോയി ഇടിക്കാൻ പോയിപ്പോ. നീ പറത്തെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ചരിത്രത്തിൽ കയറി ഇനി പറത്താനൊക്കെ ഉണ്ടാവും. അത് തീർന്നാ തട്ടുമ്പുറത്തെടുത്ത് വെച്ചോ. നേരത്തെ വന്ന കുട്ടിയില്ല, കുട്ടിക്ക് കൊടുത്തോ കളിക്കാൻ. ആദ്യമായിട്ട് ഞാനൊരു പൈലറ്റിന് കറിവെള്ളം കൊടുക്കുന്നു. ഒരു ഫെയിൽഡ് പൈലറ്റിന് അറിയില്ല, ലാൻഡ് അറിയില്ല, പറപ്പിക്കാൻ മാത്രം അറിയാം. ഇവള് പറഞ്ഞേട്ടാ ഞാൻ ചെയ്ത് വെച്ചാൽ എങ്ങനെയാ പൊക്കട്ടെ ഞാൻ കാണിച്ചു കൊടുത്തു. അത് ഞെക്കി പൊങ്ങി എങ്ങോട്ടോ പോയി. ഇവള് പറഞ്ഞേട്ടാ ആദ്യമായിട്ടാ ഞാൻ ഒരു പൈലറ്റിന് കറി വിളമ്പി കൊടുക്കുന്നത്. നിനക്ക് അവസരം ചമ്മന്തി കൂടി വിളമ്പിക്കോ. ചിലപ്പോ ലാസ്റ്റ് ചാർജ് കഴിയുന്ന ആ മൊമെന്റ് തിരിച്ചു വരും. നല്ല സെറ്റപ്പ് ഉണ്ട്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനത്തിൽ എന്തെല്ലാം അവർ സെറ്റ് ചെയ്ത് തരണ്ടെന്നുള്ളതല്ലേ. പോയി പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരും. ഇരുട്ടെ സായിജിന് കൂമ്പ് കുറവ് വിളമ്പി കൊടുക്കാനുള്ള അവസരം കൂടി കിട്ടിയിരിക്കുന്നു. റിമോട്ടിന്റെ ബാറ്ററി എങ്കിലും നമുക്ക് തിരിച്ച് സൂക്ഷിച്ചു വെക്കാം. അതെങ്കിലും ലാഭമാവട്ടെ. എടുത്തു വെച്ചോ. ഇനിയിപ്പോ നീ ഇത് കളഞ്ഞിട്ട് നിൽക്കുമ്പോഴായിരിക്കും സാധനം തിരിച്ചു കിട്ടാ. എല്ലാ ദിവസവും അമ്മ ഇവിടെ വന്നിട്ട് വിദൂരതയിലേക്ക് നോക്കിയിട്ട് മകനെ മടങ്ങി വരൂ നോക്കാനൊരു കാരണമായി എല്ലാവർക്കും പുറത്തേക്ക്. സമയം കിട്ടിയ റേഷൻ വാങ്ങാൻ സായി വന്നു നീ ഭയങ്കര സ്റ്റൈലിനാവുന്നുണ്ട് കേട്ടോ. ഷർട്ടിൽ ഗ്ലിറ്ററിംഗ് ഉള്ള ഈ ഒരു ടൈപ്പ് സംഭവമല്ലേ ഇത്? ജോൺ ഗിവിസിന്റെ പുതിയൊരു കൈറ്റാണ് ഇത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇട്ടിട്ട് ട്രെൻഡായ ഒരു സ്റ്റൈലാണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാണ്. ഇതേ മാവേലി തട്ടത്തിൻ മറയത്തെ പൊണ്ണേ. ഞങ്ങളെ കണ്ണൂരിൽ വന്ന് പ്രേമ കഫേ അവിടെ ബിരിയാണി കഴിക്കാനുള്ള പരിപാടി. എന്നിട്ട് ബാക്കി പരിപാടി കഴിഞ്ഞ തവണ കണ്ണൂർ വന്ന സമയത്ത് നമ്മൾ അറഫ റെസ്റ്റോറൻറ്റിൽ നിന്ന് കല്ലുമ്മക്കായ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമന്റിൽ പ്രേമ കഫേയിൽ ഇത് കൂടി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് പ്രേമ കഫേയിലെ കല്ലുമ്മക്കായ് ബിരിയാണിയും കഴിച്ചു. രണ്ടും നല്ല ബിരിയാണിയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ അടുത്ത പരിപാടി കണ്ണൂർ വാരം എന്ന സ്ഥലത്ത് ഒരു ഗൃഹ സന്ദർശനമാണ്. ഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു ഒരു കൊട്ടാരം. ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് സമീർ മൂപ്പൻ. ഇദ്ദേഹമാണ് ജോൺ ഗിവിസ് എന്ന ക്ലോത്തിങ് ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ ബ്രാൻഡ് ലോകം മുഴുവൻ ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീട് കാണാനാണ് ഇപ്പൊ താജ്മഹല പണിഞ്ഞു വെച്ചേക്കുന്നത്. ഈ വരവിൽ മൊത്തം നമ്മൾ കൊട്ടാരം കാണാനല്ലേ പണി. വീടിന്റെ ഉള്ളിൽ നിന്ന് സ്ട്രെയിറ്റ് കുളത്തിച്ചാടുക. അക്ഷയ നീന്തലൊക്കെ പഠിച്ച ആളാണ്. സ്വിമ്മിംഗ് സൂട്ട് എടുക്കുമായിരുന്നു. അറിഞ്ഞില്ല. അതിഗംഭീരമായ വീട്, അതിഗംഭീരമായ ഇന്റീരിയേഴ്സ് ആൻഡ് ഫർണിച്ചേഴ്സ്. ഇവിടുത്തെ ഡൈനിങ് ഹാളൊക്കെ കണ്ടപ്പോൾ ഞാൻ സായുജിനോട് ചോദിച്ചു നമുക്ക് ഇതുപോലൊരു വീടൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ സൂപ്പർ ആയിട്ടുള്ള ഡൈനിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയാലോ എന്ന്. നമ്മൾ ഇത്രയും വലിയ വീടെല്ലാം എടുത്തിട്ട് ഈ രീതിയിലായി കഴിഞ്ഞാല് നമ്മളവിടെ കൊണ്ടുപോകാൻ പോകുന്ന സാധനം പുളിങ്കറി വെള്ളരിക്കുമല്ലേ. തലേന്നത്തെ ചോറ് തിളപ്പിച്ചത് മേശ പറയും. ഞാൻ എനിക്ക് നിർത്തി അവമാനിക്കലാണ്.
നമ്മളെപ്പോലെ തന്നെ ഈ ഒരു ദിവസം അതിഥിയായിട്ട് കണ്ണൂർ MLA TO മോഹനൻ സാറ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് എന്നെ ഉടുപ്പിക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. അതായത് ജോൺ കിവീസ് എന്ന ബ്രാൻഡ് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതും ഇദ്ദേഹം ഇട്ടേക്കുന്നതും സായി ഇട്ടേക്കുന്നതും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഓൺ പ്രൊഡക്റ്റാണ്. ജോൺ കിവീസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോകം മുഴുവൻ എത്തിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഇടാൻ വെച്ച സാധനം സായിച്ച് നക്ഷത്രം ഉണ്ട് പറഞ്ഞിട്ട് അടിച്ചു മാറ്റിയത്. ഇതിപ്പോ ഈ വരവിൽ ഇത്രയധികം കൊട്ടാരങ്ങളിൽ കയറി നടക്കുമ്പോൾ നിങ്ങൾ ഇതിനായിട്ട് നടക്കണോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് നമ്മുടെ പരിചയക്കാർ ഇത്രയും വലിയത് കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ഞാൻ അറിയുന്നത്. അവര് വിളിച്ചിട്ട് വരുന്ന സമയത്താണ് അറിയുന്നത്. വർഷങ്ങളായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. പക്ഷെ അവരുടെ ഒന്നും ജീവിത നിലവാരം എന്താണെന്നോ അവർ എത്രത്തോളം വലിയ ബിസിനസ്സുകാരാണെന്നോ എത്രത്തോളം വലിയ ജോലി ചെയ്യുന്ന ആളാണെന്നോ ഒന്നും എനിക്ക് ധാരണ ഉണ്ടാവില്ല. ഒരുപക്ഷെ അവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും ഞങ്ങൾ ഇത്രയും അടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ അതേ സമീറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് സമീർ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. സോ സമീറിൻ്റെ ഈ ഒരു വീട്ടിലേക്ക് വരാൻ സാധിച്ചതിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് ഉയർച്ചകൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഫുഡ് എങ്ങനെയുണ്ട്? നന്ദി, നമസ്കാരം. ആ ഫുഡ് ഉണ്ടാക്കിയ ആൾക്ക് പ്രത്യേക എന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നവർക്ക് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ഡെസേർട്ട് ഉണ്ട്. അടുത്ത ഘട്ടത്തിലേക്കാണ് വരാണ്ടെന്ന തീർത്തും നഷ്ടമായി പോയത്. പുതിയ വീട് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ കിവീസ് എന്ന ഒരു സാധാരണ ക്ലോത്തിങ് ബ്രാൻഡിന്റെ പ്രൊമോട്ടറായിട്ട് അദ്ദേഹം എന്നെ കൂടെ കൂട്ടിയതാണ്. അന്ന് മുതൽ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഇനി അടുത്തൊരു പരിപാടിക്ക് പോവാണ്. ഇനി മാഹിയിൽ ഒരു കല്യാണം കൂടാനുണ്ട് ഞങ്ങൾക്ക്. ആ കല്യാണ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. സായിയുടെ പുതിയ ലുക്ക് കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്ന 2 പേർ. ആക്ച്വലി ഞങ്ങള് തലശ്ശേരിയിൽ ഒരു കല്യാണത്തിന് വരുന്നതാണ്. അപ്പോൾ അക്ഷയ്ക്കും രാധുമോൾക്കും ഒരു സംശയം, അവരുടെ ഡ്രസ്സ് അത്ര സുഖമില്ല എന്നുള്ളത്. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്ത് ഇവിടെ നിന്ന് തന്നെ അയൺ ചെയ്തിട്ട് ഇവിടെ തന്നെ ഇടാൻ വേണ്ടി പോയേക്കാം. സായിയുടെ ലുക്കാണ് ലുക്ക്. ഇനി സായി സ്റ്റീൽ എങ്ങനെയാ? രാധുമോള് സൂപ്പറായി. ഇവളാണോ മോശോ? ഇങ്ങോട്ടോക്കിയാ ഞാനാണോ മോശം? ഇത് സാബിർക്ക, ആള് ഖത്തറിലെ ജോലിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇഷാന്റെ കല്യാണ തലേന്നാണ് ഇന്ന്. ആയിഷയാണ് വധുവായിട്ട് വരുന്നത്. മാഹിയിലാണ് പരിപാടിയെങ്കിലും ഞാൻ അവിടെ കാണുന്ന മുഴുവൻ ഖത്തറുകാരിയാ. അബൂട്ടി സൗദി. രാജുമോളല്ലേ മുപ്പരെല്ലാം കാണുന്ന ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണുന്ന മനസ്സിലായി. ഭയങ്കര ഐഡന്റിക്കൽ ട്വിൻസ് ആട്ടോ രണ്ടുപേരും. ഇന്ത്യൻ യൂത്ത് ടീമിന് വേണ്ടിട്ട് US പോയിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് വന്ന ചെറുക്കൻ മലയാളി, ഒരേ ഒരു മലയാളി. കുറെ കാലം കഴിഞ്ഞ വേൾഡ് കപ്പിന് നമ്മൾ ഫ്ലക്സ് വെക്കുമ്പോൾ നിന്റെ ഫോട്ടോ ഉണ്ടാവും കേട്ടോ. തലശ്ശേരി ടൗൺ വഴി ഒന്ന് വൈബാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കാനിറങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇല്ല, നാച്ചുറലി ഞാൻ ക്ലോക്ക് വാങ്ങാൻ വേണ്ടി നിർത്തിക്കുകയും ചെയ്തു. ഞാനായിട്ട് ക്ലോക്ക് വാങ്ങാൻ നിർത്തിപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ചേച്ചി എന്നിട്ട് വരുമ്പോ ചോദിക്കുക നമുക്ക് ജ്യൂസ് കുടിക്കണ്ടേ, അല്ലേ ഫലൂദ കുടിക്കണ്ടേ? ഇവന്റെ ബർത്ത്ഡേ ഞങ്ങള് വെറുതെ പിടിച്ചു കയറ്റിയത് ഇങ്ങോട്ട്. സായോ, ഓ താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ സായു. നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഒന്ന് സ്റ്റാറ്റസ് ഇടുന്നത് എന്നെ ടാഗ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ അപ്പൊ 4 കൂടെ ഒരു ഫോട്ടോ എടുക്കാം. ഇത് തലേനെ കൊണ്ട് മറ്റേ ഏജ് കാണിക്കുന്ന പരിപാടിയില്ലേ, 29, 30, 31 ഒറ്റയടിക്ക് 36. സായുജിന്റെ 30ാമത്തെ പിറന്നാളിന്റെ കേക്ക് കട്ട് ചെയ്ത് ഈ റെസ്റ്റോറന്റിലുള്ള മുഴുവൻ ആളുകളെയും സൽക്കരിച്ച് ഹാപ്പി ആയിട്ട് പോന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. 30ാമത്തെ ആയതുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു മുറിക്കാൻ. നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. 29 നിൽക്കാൻ താല്പര്യം, 30 താഴെ. അപ്പോൾ ബാക്കിയെല്ലാം ഇനി അടുത്തൊരു വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.